ശ്രീ പത്മനാഭൻ LDFിൻ്റെ നേതാക്കൾ പലരും അതിന് മറുപടി പറഞ്ഞ് കണ്ടു. BJPയെ സംബന്ധിച്ച് BJP അങ്ങനെ കാര്യമായിട്ട് ഇതെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നേരത്തെ അനൂപ് ഉന്നയിച്ച ഒരു ഉദാഹരണം ഉണ്ടല്ലോ, നിയമത്തെ പത്രികയുമായി ബന്ധപ്പെട്ട് ശബരിനാഥൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആവശ്യമാണ്, LDFിൻ്റെ ആവശ്യമല്ല. അവർ പിന്നീട് ശിവൻകുട്ടിയുടെ ആളുകൾ വന്നു എങ്കിൽ പോലും കേരളത്തിൽ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് തീർന്നു പോവും, കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഇവിടുത്തെ ഭരണം കിട്ടാനില്ല എന്നൊക്കെ. അപ്പോൾ എപ്പോഴാണോ BJPക്ക് കേരളത്തിൽ ഭരണം കിട്ടുക അത്രകാലം LDF ഭരിച്ചോട്ടെ, അതുവരെ LDF ഭരിച്ചോട്ടെ. ഇതാണോ BJPക്കാരൻ്റെ മനസ്സിലിരിപ്പ്? അഭിലാഷേ, മാതൃഭൂമി ചർച്ചയിൽ ഇന്നാളൊരു ദിവസം കൊടുങ്ങല്ലൂരിനെ പറ്റി ചർച്ച ചെയ്യുന്നത് കേട്ടു. എനിക്ക് ചിരി വന്നു. അഭിലാഷേ, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വോട്ടിംഗ്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടിംഗ് ഒന്ന് എടുത്തു നോക്കണം. 14 സീറ്റിൽ 14 സീറ്റിൽ UDFന് 100 വോട്ടില്ല. 100 വോട്ട് തികച്ചില്ല. അവിടെ അടിയിൽ ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ്. കൊടുങ്ങല്ലൂരിൽ മുനിസിപ്പാലിറ്റിയിൽ 14 സീറ്റിൽ 100 വോട്ടില്ല. അത് പോട്ടെ, വെറുതെ ഇതൊക്കെയാണ് ഈ എത്ര കാലമായി നേമത്ത് 3ാം സ്ഥാനത്ത് കോൺഗ്രസ്സുകാർ. മുരളീധരൻ വന്ന് മത്സരിച്ചിട്ട് രക്ഷപ്പെട്ടോ? കൊടുങ്ങല്ലൂരിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ശശി പത്മനാഭൻ മുനിസിപ്പാലിറ്റി മാത്രമല്ലല്ലോ നിയോജക മണ്ഡലം. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് BJPക്ക് കായികമായി തന്നെ അല്ലെങ്കിൽ RSSന് കായികമായി തന്നെ ആളുകളെ നഷ്ടപ്പെടുന്ന സ്ഥലമല്ലേ. അവിടെ മതിലിൽ താമര എഴുതി വെച്ച ശേഷം, താമര വരച്ചതിന് ശേഷമല്ലേ അവിടുന്ന് പോകേണ്ടി വന്നത്. ഗോപാലകൃഷ്ണൻ കുറെ കാലമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഗുരുവായൂർക്ക് പോകേണ്ടി വന്നത് എന്താ? എന്നിട്ട് ഒരു ലെസർ നോൺ നേതാവിനെ 2020 ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. താമര പോയിട്ട് ചക്ക വരികയാണ്. ഡീലാണെന്ന് അനൂപ് പറഞ്ഞ അനൂപിനെ നമ്മൾ എങ്ങനെ കുറ്റം പറയും? അത് വോട്ട് എണ്ണുമ്പോൾ അനൂപിന് മനസ്സിലാവും. കോൺഗ്രസ്സുകാർക്ക് ഇപ്പം മെയ് മാസം 4-ാം തീയതി കോൺഗ്രസ്സുകാർക്ക് സൂര്യൻ ഉദിക്കും. അവിടെ നിൽക്കട്ടെ. ഇവിടെ CPMൻ്റെ പ്രതിനിധി വികസനം പറഞ്ഞു. എന്ത് വികസനം? ശബരിമലയിലെ 4.5 കിലോ സ്വർണം കട്ടതോ? അതാ വികസനം? 30ാം വയസ്സിലെ MLA ആയ പത്മകുമാറല്ലേ ജയിലിൽ പോയത്? നിങ്ങളുടെ സ്ട്രോങ് കേഡറല്ലേ വാസു അല്ലേ ജയിലിൽ പോയത്? ശങ്കരദാസിന് ഇപ്പോഴും ജാമ്യമല്ലേലോ? വിജയകുമാറിന് ഇപ്പോഴും ജാമ്യമല്ലേലോ? ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഇനി ആഗോള അയ്യപ്പ സംഗമം, ഞാനിപ്പോൾ മഞ്ചേശ്വരത്താണ്. ശബരിമല സീസണായാൽ കർണാടകയിലെ ഷിമാഗോ ജില്ലയിൽ നിന്നും ഭദ്രാവതി ജില്ലയിൽ നിന്നും ഡാവങ്കരയിൽ നിന്നൊക്കെ 7-8 വയസ്സുള്ള എന്താ പറയുക ബാല അയ്യപ്പന്മാർ മാളികപ്പുറങ്ങൾ നടന്നു പോകും ശബരിമലയ്ക്ക്. കല്ലും മുള്ളും കാലുക്ക് മെത്തേന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ നടന്നു പോകും. അങ്ങനെ നടന്ന് കല്ലും മുള്ളും കാലുക്ക് മെത്തേ എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന അയ്യപ്പന്മാരെ ക്ഷേമം ഉറപ്പുവരുത്താൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പണ്ട് മറ്റേ വിയറ്റ്നാം കോളനിയിൽ കുതിരവട്ടം പപ്പുവട്ടം പറയുമ്പോൾ ടാസ്കി വിളി മാധവിയമ്മയെ ടാസ്കി വിളിന്ന് 12 ലക്ഷം ഉറുപ്പിക്കല്ലേ നിങ്ങൾ ടാക്സി വിളിച്ച് ചിലവാക്കിയത്? ആരാ ആ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി 2,39,840 രൂപ ചെലവാക്കി താജ് ഹോട്ടലിൽ, താജ് കുമരകത്ത് താമസിച്ചതാരാ? ഈ കല്ലും മുള്ളും കാലുക്ക് മെത്തേന്ന് കർണാടകയിലെ ഡാവങ്കര ജില്ലയിൽ നിന്ന് നടന്നു പോകുന്ന സ്വാമിമാരെ ക്ഷേമം ഉറപ്പ് വരുത്താനാ നിങ്ങൾ താജ് കുമരകത്ത് ആളുകാരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്? കോൺഗ്രസ്സുകാരിത് പറയാൻ താല്പര്യപ്പെടില്ല. കാരണം എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ പോറ്റി 2 പ്രാവശ്യം സോണിയാഗാന്ധിൻ്റെ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാൻ താല്പര്യമില്ല. അവർ ഡീലും മറ്റേതൊക്കെ പറഞ്ഞു നടക്കും, ഞങ്ങളിതൊക്കെ പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നിന്ന് എത്ര ലക്ഷം കുട്ടികളാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത്? +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മനസ്സിലാക്കാം. +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. മധ്യ തിരുവിതാംകൂറിലെ കോളേജുകളിലെ സ്ട്രെങ്ത് ഇപ്പോൾ എത്ര കുറഞ്ഞു? പല കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. മലയാള ഭാഷ പഠിക്കാൻ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ ചേർന്നത് 2 ആളാണ്. BA മലയാളത്തിന് 2 ആള്. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ തൊഴിൽ തേടി മലയാളി എവിടെ പോകുന്നു? തൊഴിൽ തേടി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അവിടെ തൊഴിലവസരം സൃഷ്ടിച്ചോ? എത്ര പുതിയ ഫാക്ടറി വന്നു? എത്ര പുതിയ സംവിധാനങ്ങൾ കേരളത്തിൽ വന്നു? ഒന്ന് പറ. പിന്നെ ചികിത്സ, അയ്യോ നിങ്ങളുടെ നേതാക്കന്മാർ ചികിത്സിക്കുമോ കേരളത്തിൽ നിന്ന്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം എഴുതി വെക്ക്. ഇനി മേലാൽ 2026 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അസുഖം വന്നാൽ ഞങ്ങൾ അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിലേക്കോ പോകില്ല, കേരളത്തിൽ ചികിത്സിക്കുമെന്ന് പറ. നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ വിശ്വാസമില്ല. പിന്നെ നിങ്ങൾ പവർ കട്ട് പറയും.
പവർ കട്ട് കൂടംകുളം പദ്ധതിക്കെതിരെ സമരം ചെയ്യാൻ പോയത് അച്യുതാനന്ദനല്ലേ? 266 മെഗാവാട്ടാണ് കൂടംകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്തത്. അത് തടസ്സപ്പെടുത്താൻ ഇവിടുന്ന് സമരം ചെയ്യാൻ പോയ അച്യുതാനന്ദൻ്റെ പാർട്ടിയല്ലേ നിങ്ങൾ? അപ്പം നിങ്ങൾ ഇത്ര വലിയ കാര്യങ്ങളൊന്നും പറയരുത്. നിങ്ങളുടെ ഭരണം അമ്പേ പരാജയമാണ് എല്ലാ മേഖലയിലും. നിങ്ങൾ PM ശ്രീ ഒപ്പിട്ടില്ലേ? നിങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറെന്ന് പേരിടില്ല എന്ന് വീണ ജോർജ് വമ്പ് പറഞ്ഞില്ലേ? എന്തേ പേര് മാറ്റി? എന്തേ PM ശ്രീ ഒപ്പിട്ട്? കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമില്ലാത്ത എന്ത് വികസന കേരളത്തിൽ നടക്കുന്നത്? എന്ത് വികസന? റോഡാവട്ടെ, ആരോഗ്യ മേഖലയാവട്ടെ, എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് നടക്കുന്നതാ. 6 ലക്ഷം കോടി ഉറുപ്പ്യൻ്റെ കടബാധ്യതയുള്ള സംസ്ഥാനം എവിടെ നിന്നെടുത്ത് ചെലവാക്കാനാ? കഴിഞ്ഞ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര ശതമാനം നീക്കിവെച്ച് ബഡ്ജറ്റിൻ്റെ? ഇതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഡീലൊന്നായിട്ട് വരണ്ട, ചർച്ച ആരും വഴിതെറ്റിക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്.